Hi friends, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഉണ്ണീസ് ടെക് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ വന്നിട്ടുള്ള കമൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇൻക്യുബേറ്റർ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റി പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇൻക്യുബേറ്റർ മേക്കിങ്ങിൻ്റെ നമ്മളൊരു 5-6 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടിനും നമുക്കിത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിക്കും. നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ടുള്ള കമൻസിന് എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മറുപടിയും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ 6 വീഡിയോസ് നമ്മൾ ഇൻക്യുബേറ്റർ മേക്കിങ്ങിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കൃത്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയി കിട്ടും. ഇപ്പോൾ ആ വീഡിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്യുബേറ്റർ മേക്കിങ്ങിൻ്റെ തെർമോസ്റ്റാറ്റ് സെറ്റിംഗ്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ, മുട്ടകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതേപോലെ ചിക്കൻ എഗ്സ് നമ്മൾ വെക്കുന്നത്, താറാവിൻ്റെ എഗ്ഗ് വെച്ച് വിരിയിച്ചിട്ടുള്ളതൊക്കെ വീഡിയോസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ വിരിയിച്ച കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഉണ്ട്. താറാവിനെ വിരിയിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ഉണ്ട്. ഫുഡ് ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലോട്ട് കൺട്രോൾ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കമൻറ്റ് നമ്മൾ ചോദിച്ചുള്ളത് സമീർ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ അതിൽ പുള്ളി ചോദിച്ചിരിക്കുന്നത് പുള്ളിക്കൊരു 1 HP മോട്ടറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡൗട്ട്. ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം. റിലേ എത്ര ആംബിയർ ഉപയോഗിക്കണം? 1 HP മോട്ടറിന് വേണ്ടിയാണ്. റിലേ ഇലക്ട്രിക്കൽ ഷോപ്പിൽ കിട്ടുമോ അതോ ഇലക്ട്രോണിക് ഷോപ്പിൽ ലഭിക്കുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. കാരണം 1 HP മോട്ടറിന് വേണ്ടിയിട്ട് എത്ര ആംബിയറിൻ്റെ കോണ്ടാക്ടർ അല്ലെങ്കിൽ റിലേ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡൗട്ട് വരുന്നത്. നമ്മുടെ 1 HP മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 746 വാട്ട്സാണ് വരുന്നത്. അതിന് നമ്മുടെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് ഏകദേശം 4 ആംബിയറിൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് 4 ആംബിയറിൻ്റെ ആണ് ഒരു മോട്ടർ അതിൻ്റെ റണ്ണിങ് ടൈമിലെടുക്കുന്ന, അതായത് ലോഡിൽ റൺ ചെയ്യുമ്പോൾ എടുക്കുന്ന ആംബിയർ എന്ന് പറയുമ്പോൾ 4 പോയിൻറ്റ് സംതിങ് വരും. ആ റേഞ്ചാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മളതിനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എത്ര ആംബിയറിൻ്റെ റിലേ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു മോട്ടർ സ്റ്റാർട്ടാകുന്നു, സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പോൾ മറ്റു ഉപകരണങ്ങളെ പോലെ അല്ല ഈ മോട്ടറിൻ്റെ കേസ് വരുമ്പോൾ. മോട്ടർ നമുക്കൊരു നിശ്ചലമായിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കുന്നൊരു സംഭവമാണ്. അവിടെ വരുന്ന ഇലക്ട്രിക്കൽ പവർ എന്ന് വെച്ചാൽ 3 ടൈംസ് ആയിരിക്കും. അത് സ്റ്റാർട്ടിങ് ടോർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ടൈംസ് കറണ്ട് അത് അധികമായിട്ട് എടുക്കും. അപ്പോൾ 4-3-12 ആംബിയറിനടുത്ത് ഒരു മോട്ടർ 1 HP മോട്ടർ സ്റ്റാർട്ടാകുന്ന ഒരൊറ്റ ടൈമിലെടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള MCBകൾ അല്ലെങ്കിൽ റിലേകൾ വേണം ആ സാധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ MCB ഉപയോഗിക്കുമ്പോൾ 16 ആംബിയർ MCB ഉപയോഗിക്കും. റിലേ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 16 ആംബിയറിൻ്റെ റിലേയാണ് നമുക്ക് പിന്നെ കിട്ടുക. 10 ആംസ് കഴിഞ്ഞാൽ പിന്നെ 16 ആംബിയർ. അപ്പോൾ ആ 16 ആംബിയറിൻ്റെ റിലേ ഉപയോഗിക്കാം. പിന്നെ ഏത് ഷോപ്പിൽ ലഭിക്കും എന്നുള്ളത്, അത് നമുക്ക് കോണ്ടാക്ടറുകളാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലാണ് ലഭിക്കുക. പിന്നെ അതേപോലെ തന്നെ റിലേകളാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പിൽ ലഭിക്കും. പക്ഷേ റിലേകൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ കൂടുതലും പറയില്ല. കാരണം റിലേ എന്ന് വെച്ചാൽ റിലേകൾ എന്നാൽ അത് നമ്മുടെ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് എത്ര ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ റിലേ കോൺടാക്റ്റ് തന്നെ നമ്മൾ ഈ 16 ആംബിയറിന് മേടിച്ചിട്ടാലും അത് നമ്മൾ ഒരു മോട്ടർ വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ആ റിലേ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെ കോൺടാക്റ്റുകൾ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും കോൺടാക്ടർ തന്നെ ഉപയോഗിക്കുക. 16 ആംബിയറിൻ്റെ കോൺടാക്ടർ അല്ലെങ്കിൽ 32 ആംബിയറിൻ്റെ 3 ഫേസ് കോൺടാക്ടറിന് മേടിക്കുക. അത് മേടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പോർട്ടും ഇപ്പോൾ ഒരു പോർട്ട് ഡാമേജ് ആയപ്പോൾ തന്നെ മറ്റ് 2 പോർട്ടുകളും വെച്ചിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ആയിട്ട് നമ്മുടെ അനു പി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയൊരു ഡൗട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. കമൻറ്റ് ഞാൻ വായിക്കാം. ബ്രോ, താങ്കളുടെ വീഡിയോ കണ്ടു, വളരെ ഇഷ്ടമായി, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് നിലവിൽ ഒരു നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ബ്രാൻഡും പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളി നമ്മുടെ ഒരു ഫ്ലോട്ട് സ്വിച്ച് വെക്കാനുള്ളൊരു താല്പര്യമാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പുള്ളി ചോദിച്ചില്ല. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ വായിക്കാം. കോൺടാക്ടർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫ്ലോ കൺട്രോൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ഇവയാണ്: ടാങ്ക് നിറയുമ്പോൾ ഓഫാകണം, വെള്ളം കുറയുമ്പോൾ ഓഫാകണം, കോൺട്രാക്ടർ ഉപയോഗിച്ചാകണം. താങ്കളുടെ വീഡിയോയിൽ 24 വാട്ട് SMBS ഉപയോഗിക്കുന്നത് കണ്ടു. എന്നാൽ ഇതില്ലാതെ എങ്ങനെ ചെയ്യാം എന്ന് അറിയണം. കൂടാതെ കൃഷി ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഈ മോട്ടോർ മാനുവലായി ഓണാക്കുവാനും സാധിക്കണം. പറ്റുമെങ്കിൽ മോട്ടോർ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ കൂടി ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അനുയോജ്യമായൊരു ഡയഗ്രാം അയച്ചു തരാമെന്നാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അനൂപിയെ വളരെ നല്ലൊരു കമൻറ്റാണ്. അപ്പോൾ അനൂപേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ബാക്കി നമ്മൾ ഫ്ലോ കൺട്രോൾ കാര്യങ്ങൾ ചെയ്യുന്ന ഡീറ്റെയിൽ എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പക്ഷേ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്ലോ കൺട്രോൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ മോട്ടറിൻ്റെ ഡ്രൈ റണ്ണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രൈ റണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചെയ്യാം, പക്ഷേ അത് ഒരു ശാശ്വതമായ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം
നമ്മുടെ മോട്ടോർ ഡ്രൈ റൺ ആകുന്ന സമയത്ത് നമ്മുടെ ആംബിയർ റേറ്റിംഗ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആംബിയർ റേറ്റിംഗ് കുറയുന്നത് വെച്ചിട്ട് കട്ട് ഓഫ് ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അത് നമുക്കൊരു പ്രോഗ്രാം ഡിവൈസ് വെച്ചിട്ടേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്ലോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഏത് തരത്തിലാണ് താങ്കൾ ഉപയോഗിക്കുന്നത് അറിയാൻ പാടില്ല. കാരണം നമ്മൾ കിണറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഫ്ലോ കൺട്രോൾ വെച്ചിട്ട് ഡ്രൈ റൺ ആകാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡിസൈനും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കുഴൽ കിണറിൻ്റെ അകത്ത് നമുക്ക് ഇത് പറ്റത്തില്ല, ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ബോർവെല്ലാണെങ്കിലും ഈ കണ്ടീഷൻ പറ്റില്ല. പക്ഷേ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ കട്ട് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്ന വീഡിയോസ് ഇടാം. അതേപോലെ തന്നെ ഏത് കോൺടാക്ടർ ഉപയോഗിക്കും എന്നുള്ള വീഡിയോസ് ഇടാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്രാംസൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിണറിലാണെന്നുണ്ടെങ്കിൽ കിണറിലെ വെള്ളം കുറയുന്നതനുസരിച്ച് കട്ട് ഓഫ് ആകാനും ടാങ്കിലെ വെള്ളം നിറയുന്നതനുസരിച്ച് കട്ട് ഓഫ് ആകാനായിട്ടും 2 ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തു വരുന്നുണ്ട്. കാരണം നമ്മുടെ ചാനൽ അധികം ഡിമ്മായി കിടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടർന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയി. അത് കാരണം നമുക്ക് ആ വീഡിയോസ് അത്ര ക്ലാരിറ്റി സംഭവത്തിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടറിയാം, APFCയുടെ വീഡിയോ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം പോയി. അതുകൊണ്ടിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷ്ണു ബ്രോയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ പുള്ളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അനൂപ് ചേട്ടൻ്റെ കമൻറ്റിനുള്ളൊരു റിപ്ലൈ ഞാൻ തരാം. നമുക്ക് ഒരു ഫ്ലോ കൺട്രോൾ ടാങ്ക് നിറയുമ്പോൾ ഓഫാകുകയും അതേപോലെ തന്നെ താഴത്തെ കിണറിലെ വെള്ളം കുറയുമ്പോൾ പമ്പ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ സ്കെച്ചിലേക്ക് കിടക്കാം. അപ്പോൾ സ്കെച്ച് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ അണ്ടർഗ്രൗണ്ട് ടാങ്കിലും അതേപോലെ തന്നെ ടോപ്പ് ടാങ്കിലുമായിട്ടുള്ള 2 ഫ്ലോട്ട് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡയഗ്രാമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ള ഗുണമെന്ന് വെച്ചാൽ താഴത്തെ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പമ്പ് റണ്ണായിട്ട് ഓടുകയുള്ളൂ. അതേപോലെ തന്നെ മേളത്തെ ടാങ്കിൽ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ താഴത്തെ ടാങ്കിലെ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പമ്പ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ ഡയഗ്രത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ ഡയഗ്രം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് വെച്ചാൽ 2 സപ്ലൈ നമുക്ക് ഉണ്ടാവുമല്ലോ. ഒരു ന്യൂട്രൽ, അതേപോലെ തന്നെ ഒരു ഫേസ്. ഈ ന്യൂട്രലിനെയും ഫേസിനെയും കൂടി നമ്മൾ ഒരു RCCBയിലേക്ക് കയറ്റും. RCCB 30 mA 32 amps ഒരു RCCB മതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നേരെ അടുത്ത ഔട്ട് എടുക്കാം. ഇപ്പോൾ RCCBയോ അല്ലെങ്കിൽ 2 പോൾ MCBയോ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഔട്ട് വരുന്ന ന്യൂട്രലി ഒരു ഫേസ്. ഈ ഫേസിനെ നമ്മൾ വീണ്ടും 2 MCBയിലേക്ക് കയറ്റുക. ഒരു MCB എന്ന് പറയുന്നത് 16 ആംപിയറിൻ്റെ MCB. ഇത് മോട്ടോർ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. 1 HP മോട്ടറിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറയുന്നത്. 16 ആംപിയറിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇൻകമർ ലൂപ്പ് ചെയ്ത് നമുക്കൊരു 6 ആംപിയർ കൂടി എടുക്കാം. 6 amps. ഈ 6 ആംപിയർ വരുന്നത് നമ്മുടെ റിലേ കൺട്രോളിലേക്കുള്ളതാണ്. വീണ്ടും ഒരു 6 ആംപിയർ കൂടി എടുക്കും. 6 ആംപിയർ. അപ്പോൾ നമുക്കിവിടെ 16 ആംപിയർ ഉണ്ട്, ഒരു 6 ആംപിയർ ഉണ്ട്, വീണ്ടും ഒരു 6 ആംപിയർ ഉണ്ട്. അപ്പോൾ ഈ 6 ആംപിയർ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മാനുവലിന് വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ മോട്ടറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ 16 ആംപിയർ വരിക. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടിയിട്ടുള്ളത് ഒരു കോൺടാക്ടറാണ്. കോൺടാക്ടർ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ L&Tയുടെ ഒരു 3 phase കോൺടാക്ടർ മേടിക്കുക. അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് 3 പോളുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാൽ തന്നെ നമുക്ക് അടുത്ത പോളിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന് 1 2 പിന്നെ 3 ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇത് L1 L2 L3 L4 L5 L6 അങ്ങനെയായിരിക്കും വരിക. പിന്നെ അതുകൂടാണ്ട് തന്നെ 2 ടെർമിനലുകൾ ഇതിൻ്റെ റിലേക്ക് വേണ്ടിയിട്ടുണ്ടാകും. റിലേ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് A1 എന്നും ഇവിടെയായിട്ട് A2 എന്നും കാണും. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് റിലേയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്ലൈകൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 16 ആംപിയറിൻ്റെ
എം സി ബിയിൽ നിന്ന് വരുന്ന വയർ നേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് L1ലേക്ക് കണക്ട് ചെയ്യാം. അതായത് L1. ഈ L2ൽ നിന്നാണ് നമുക്കിനി പമ്പിലേക്ക് പോകേണ്ടത്. അത് ലാസ്റ്റ് വരക്കാം. ഇനി നമുക്കൊരു 6 ആംപിയറിൻ്റെ എം സി ബി എന്ന് വരുന്നത് നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്ക്. അണ്ടർഗ്രൗണ്ട് ടാങ്കിനോട് വരക്കാം. ഈ ടാങ്കിൽ നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് ഇടുകയാണ്. അതിൻ്റെ ലെവൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ രീതിക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് 3 വയറുകളുണ്ടാകും. അതിൽ ഇപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ഓൺ ആവുകയും താഴത്തേക്ക് വരുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്നതിൽ വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വയർ ഏതാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ 6 ആംപ്സിന് വരുന്നത് നമ്മൾ നേരെ കൊണ്ടുവന്ന് അതിൻ്റെ കോമണിലേക്ക് കൊടുത്തു. അതിൻ്റെ ഔട്ടായിട്ടുള്ളത് ഇപ്പോൾ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഓൺ ആകാൻ പാടുള്ളൂ. അപ്പോൾ ടാങ്കിൽ ഓൺ ആവുന്നത്, അതായത് നിറയുന്ന സമയത്ത് ഓൺ ആകുന്ന രീതിയിൽ വരുന്ന കൺട്രോളിൽ നിന്ന് ഒരു വയർ കൂടി നമ്മൾ അഡീഷണൽ എടുക്കുക. ഈ വയർ നമുക്ക് നേരെ പോകേണ്ടത് ഓവർഹെഡ് ടാങ്കിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓവർഹെഡ് ടാങ്ക് വരും. അതിലും ഇതേപോലെ തന്നെ നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നേരെ തിരിവാണ്. വെള്ളം താഴത്തേക്ക് വരുമ്പോൾ ഓൺ ആകണം, മുകളിൽ ചെല്ലുമ്പോൾ കട്ട് ഓഫ് ആണ്. അപ്പോൾ ആ രീതിക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ 3 വയറുകൾ അതിനും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നുള്ള വയർ നേരെ നമ്മൾ അടുത്ത് കൊണ്ടുപോകുന്നത് നേരെ കോമണിലേക്കാണ്. ഇതിൻ്റെ കോമണിലേക്ക്. ഇവിടെയും ഇൻകവർ വരുന്നത് കോമണിൽ. ഇനി ഇതിൻ്റെ ഔട്ട് വേണം നമുക്ക് ഈ റിലേ കൺട്രോളറിലേക്ക് വരാനായിട്ട്. അപ്പോൾ അടുത്ത വയർ നോക്കിയിട്ട് ആ വയർ നേരെ കൊണ്ടുവന്നിട്ട് A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ് സപ്ലൈ വരുന്നു. ഫേസ് സപ്ലൈ നേരെ കയറുന്നു. 6 ആംസിൽ നേരെ വന്നിട്ട് ഇവിടെ താഴത്തെ ടാങ്കിൽ വരുന്നു. അവിടെ നിന്ന് നേരെ മേളിൽ പോയിട്ട് മേളിലെ ടാങ്കിൽ കയറുന്നു. അവിടെ നിന്ന് ഔട്ട് നേരെ വന്നിട്ട് A1ലേക്ക് വരുന്നു. ഇത് നമുക്കൊരു 3 കോർ വയർ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കെച്ച് വരക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. 3 കോർ വയർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒറ്റ വയർ വലിച്ചാൽ അതിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ഈ റിലേ ഇതിപ്പോൾ സപ്ലൈ കയറി വന്ന് ഇതിൽ കൂടി കൺവേർട്ട് ചെയ്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ പോസിറ്റീവ് സപ്ലൈ വന്നു. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് ന്യൂട്രലാണ്. ന്യൂട്രൽ ഇപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ന്യൂട്രൽ ഒരെണ്ണം കൊണ്ടുവന്ന് A2 എന്ന ടെർമിനലിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ പോയി ഓട്ടോമാറ്റിക്കായിട്ട് ഈ സപ്ലൈ പോയി നേരെ ഫ്ലോട്ടിൽ കയറും. ഫ്ലോട്ടിൽ നിന്ന് നേരെ അടുത്ത ഫ്ലോട്ടിൽ ചെല്ലും. നേരെ ഇവിടെ വരുമ്പോൾ പമ്പ് ഓൺ ആകാനുള്ള കമാൻഡ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഔട്ടാണ്, ഈ L2ൻ്റെ ഔട്ടാണ് നമ്മൾ നേരെ പമ്പിലേക്ക് എടുക്കുന്നു. അതേപോലെ തന്നെ ഈ ന്യൂട്രലും നമുക്ക് DBന്ന് ഡയറക്റ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റിലേ കോൺടാക്റ്റിൽ തന്നെ എടുത്തിട്ട് ഒരു ന്യൂട്രൽ, ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്നുള്ളത് നമുക്ക് ന്യൂട്രൽ നേരെ എടുക്കാം. അപ്പോൾ ഇവിടെ 230 വോൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പമ്പ് ഓണാകും ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ടാങ്ക് നിറഞ്ഞ് കട്ട് ഓഫ് ആകും. അപ്പോൾ ഇങ്ങോട്ടുള്ള കോൺടാക്റ്റ് കട്ട് ഓഫ് ആകും. അതേപോലെ തന്നെ താഴത്തേക്ക് വെള്ളം കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കട്ട് ഓഫ് ആകും. അപ്പോൾ ഈ സംഭവം ഓട്ടോ മോഡിൻ്റെ സെറ്റിംഗ് നമ്മൾ കഴിക്കും. ഇനി നമുക്കത് മാനുവലായിട്ട് ഓണാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ 6 ആംപിയറിൽ നിന്ന് നേരിട്ട് ഒരു കോൺടാക്റ്റ് നേരെ വന്നിട്ട് നമ്മുടെ A1ലേക്ക് കണക്ട് ചെയ്യുക. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ MCB ഓഫ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി. ഇത് ഓണാക്കുന്ന സമയത്ത് മാനുവൽ മോഡിൽ ഓണായി കോൺടാക്ടർ പിടിക്കും. നമുക്ക് നേരെ മാനുവലായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ 16 ആംപിയറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ 16 ആംപിയർ നമ്മുടെ ഇതിൻ്റെ ഒരു സേഫ്റ്റിയാണ്. നമ്മുടെ മോട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിയാണ് 16 ആംപിയറിൽ വരുന്നത്. 16 ആംസിൻ്റെ MCBയിൽ വരുന്നത് മോട്ടറിൻ്റെ സേഫ്റ്റി വരും. അപ്പോൾ മോട്ടർ എന്തെങ്കിലും ഓവർലോഡോ അങ്ങനെ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പ് ആവും. പിന്നെ 2 6 ആംപിയർ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ഈ റിലേയുടെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ റിലേയിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് 2 6 ആംപിയറിൻ്റെ MCB ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ മോഡിൽ റൺ ചെയ്യുന്ന സമയത്ത് ഈ MCB ഓഫ് ചെയ്തിടുക, മാനുവലിൻ്റെ MCB ഓഫ് ചെയ്തിടുക. എന്തെങ്കിലും നമുക്ക് മാനുവലായിട്ട് ഓൺ ചെയ്യേണ്ട സമയത്ത് മാത്രം ഓട്ടോമാറ്റിക്കിൻ്റെ ബട്ടൺ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാനുവൽ ബട്ടൺ ഓൺ ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ടാങ്കിലെ വെള്ളത്തിൻ്റെ കട്ട് ഓഫ് നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം ഉണ്ടോ എന്നുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മോട്ടർ ഡ്രൈ റൺ ആകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഡ്രൈ റൺ ആകത്തില്ല. ടാങ്കിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് തന്നെ ഈ ഫ്ലോട്ട് കട്ട് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഓട്ടോ മോഡിൽ ഇതിലേക്കുള്ള കണക്ഷൻ കട്ട് ഓഫ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം വരിക. ഇനി അടുത്തൊരു ഇതിൽ ഡൗട്ട് ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഏതൊക്കെ കോൺടാക്ടർ ഉപയോഗിക്കണം, MCBകൾ ഏതൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ലെഗ്രാൻഡിൻ്റെയാണ് ഇപ്പോൾ നിലവിൽ നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടുന്ന ELCBയും
ഞാൻ സ്പെസിഫൈ ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ അത് ലെഗ്രാൻഡ് യൂസ് ചെയ്യുക. കോൺടാക്റ്റുകൾ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ L&Tയുടെ കോൺടാക്റ്റുകളാണ് ബെറ്റർ. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. കാരണം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് ID ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ അറിയാവുന്ന ഹെൽപ്പുകളെല്ലാം നമ്മൾ ചെയ്തു തരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി. കാരണം വെച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പിന്നീട് കണ്ടപ്പോൾ ഇൻട്രോ ചെയ്തതിന് ശേഷം കണ്ടപ്പോഴാണ് എനിക്കൊരു തോന്നിയത്, ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. കാരണം നമ്മുടെ ഇവിടെയുള്ള സംസാര രീതി അനുസരിച്ച് ഞാനിപ്പോൾ ചേർത്തല ആണ്, ആലപ്പുഴ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2 പേരുടെയും പേര് പറഞ്ഞ സമയത്ത് പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു സംസാര രീതി അനുസരിച്ചാണ് നമ്മൾ പുള്ളി എന്നൊക്കെ വിളിക്കുന്നത്. അത് വേറൊരു അർത്ഥത്തിൽ കാണണ്ട, ആ ഒരു വ്യക്തിയുടെ ഒരു ഇതിൽ നമ്മളങ്ങനെ നോർമലായിട്ടുള്ള ഒരു ടോക്കിൽ വരുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇനി അത് ആവർത്തിക്കാതെ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസായിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.